മോദിക്ക് ഗ്യാരണ്ടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദിയുടെ ഉറപ്പ് ഇന്ന് തൃശൂർ മണ്ണിൽ ഉയർന്നു കേൾക്കുകയാണ്. കേരളത്തിൽ പ്രസംഗിച്ച ഓരോ വാക്കിലും നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് മോദിക്ക് ഗ്യാരണ്ടി പറയുകയാണ്. അതായത് ഹിന്ദി മേഖലയിലെ അതേ പ്രചരണ ആയുധം തന്നെയാണ് മോദിജി കേരളത്തിലെ പ്രസംഗത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പരിഭാഷപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. അദ്ദേഹം ഓരോ തവണ പ്രസംഗം നടത്തുമ്പോഴും കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് മലയാളത്തിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. മോദിക്ക് ഗ്യാരണ്ടി അഥവാ മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ മോദിയുടെ ഉറപ്പെന്ന് തൃശൂർ മണ്ണിൽ ഇപ്പോൾ മുഴങ്ങിക്കേക്കുകയാണ്. ഇപ്പോൾ വടക്കുന്നാഥന്റെ മണ്ണിൽ കേട്ട പ്രസംഗത്തിലും മലയാളത്തിലാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. മുത്തലാഖ് ബില്ല് മോദിയുടെ ഒരു ഗ്യാരണ്ടി തന്നെയായിരുന്നു. മുത്തലാഖ് നിരോധിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി, അതായത് മോദിയുടെ ഉറപ്പാണത്. ലോകത്തിന് മാതൃകയായ സ്ത്രീകൾ ജന്മം കൊണ്ടത് കേരളത്തിലാണ്. പി.ടി. ഉഷ, നഞ്ചിയമ്മ, അഞ്ജു ബേബി ജോർജ് എന്നിവരെ എടുത്തു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് വീടുകളിൽ ഗ്യാസ് എത്തിക്കുമെന്നതും വെള്ളം എത്തിക്കുമെന്നതും മോദിയുടെ ഗ്യാരണ്ടി തന്നെ, മോദിയുടെ ഉറപ്പ് തന്നെയാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞു. കക്കൂസും വീടും മോദിയുടെ ഗ്യാരണ്ടി തന്നെയായിരുന്നു. കേരളത്തിലെ എല്ലാ മഹിളകൾക്കും മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്, മോദിയുടെ ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രസവാവധി കൂടുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിലുള്ളതാണ്. 1 രൂപ വിലയ്ക്ക് സാനിറ്ററി പാഡ് നൽകിയത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയായിരുന്നു. അത്തരത്തിൽ മോദിക്ക് ഗ്യാരണ്ടി അഥവാ മോദിയുടെ ഉറപ്പ് 30 കോടി ജനങ്ങൾക്ക് മുദ്രാ വായ്പകൾ നൽകി. മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു അതോ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകിയെന്നതും മോദിയുടെ ഗ്യാരണ്ടി തന്നെ. മാത്രമല്ല തെരുവോര കച്ചവടക്കാർക്ക് വായ്പയും സഹായവും മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. 5 ലക്ഷം വരെ സൗജന്യ വായ്പ നൽകിയതും മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. മാത്രമല്ല തൃശൂരിലെത്തിയ മോദിജി തന്നെ ഇത്രയധികം സ്ത്രീകൾ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ അറിയിച്ചതും. കാശിയുടെ പാർലമെന്റ് അംഗമാണ് താൻ. കാശി ഭഗവാൻ ശിവന്റെ മണ്ണാണ്. അവിടെ നിന്ന് വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തിയത് അനുഗ്രഹമായി കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, റോസമ്മ പുന്നൂസ് തുടങ്ങിയ സ്വതന്ത്ര സമര പോരാളികളുടെ നാടാണ് കേരളം. കാർത്തിയായനി അമ്മ, ഭാഗീരഥി അമ്മ തുടങ്ങി നിരവധി പേർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം. ആദിവാസി നഞ്ചിയമ്മ, അവർ അത്ഭുതകാരിയാണ്. അവർ ദേശീയ അവാർഡ് വരെ നേടി പി.ടി. ഉഷയെ പോലുള്ളവരെയും സൃഷ്ടിച്ച നാടാണ് കേരളം. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ്. ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് തീരുമാനം എടുക്കാതെ വെച്ചു. എന്നാൽ ഈ സർക്കാർ അതിൽ തീരുമാനമെടുത്തിരുന്നു. നാരീശക്തി നിയമമാക്കി. മുത്തലാഖ് മൂലം മുസ്ലിം സ്ത്രീകൾ ബുദ്ധിമുട്ടി, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ബി.ജെ.പി. സർക്കാരിനായി. ഇതെല്ലാം തന്നെ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ഈ നാട്ടിലെ ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വെക്കുന്നതാണ് എന്നും മോദി വ്യക്തമാക്കി. ഇതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ബി.ജെ.പി. സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിവരിക്കുകയായിരുന്നു. 10 വർഷത്തിന്റെ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ നിരവധി കാര്യങ്ങളാണ് ചെയ്തത്. 10 കോടി കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകി. മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു അത്. 11 കോടി കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകി. അത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. കോടിക്കണക്കിന് പേർക്ക് ബാങ്ക് അക്കൗണ്ട്. സ്ത്രീകളുടെ പ്രസവാവധി വർദ്ധിപ്പിച്ചു. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം സാധ്യമാക്കി. ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ സംവരണം ഉറപ്പാക്കി. ഇതൊക്കെ തന്നെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ മോദിയുടെ ഗ്യാരണ്ടി, അതായത് മോദിയുടെ ഉറപ്പ് തന്നെയാണ്. അമ്മമാർക്കും പെൺകുട്ടികൾക്കും അവസരങ്ങളുടെ കലവറ തുന്നി ഇറക്കിയിരിക്കുകയാണ് മോദിജി. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ നിരവധി പേർക്ക് പരിശീലനം നൽകും. കച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം ലഭിക്കും. 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കും. ഇതിനെല്ലാം തന്നെ മോദിയുടെ ഉറപ്പാണ്. അതായത് മോദിക്ക് ഗ്യാരണ്ടി തന്നെയാണ്. ലോകം നിരവധി വേദനകളിലൂടെ കടന്നു പോവുകയാണ്. കൊറോണ, യുക്രൈൻ, ഗാസ എന്നീ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. എത്ര വലിയ പ്രശ്നമായാലും ബി.ജെ.പി. സർക്കാർ ഇവിടെ നിന്നെല്ലാം ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു. ഇറാഖിൽ നിന്ന് നഴ്സുമാരെ തിരിച്ചെത്തിച്ചത് ബി.ജെ.പി. സർക്കാർ തന്നെ. അത് മോദിക്ക് ഗ്യാരണ്ടിയാണ്. കോൺഗ്രസിന്റേതുപോലെ ദുർബല സർക്കാർ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ലോകത്ത് എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ മോദി സർക്കാരിനാകും. കോൺഗ്രസും ഇടതുപക്ഷവും വഞ്ചനയുടെ നാടകം കളിക്കുകയാണ്. ഇപ്പോൾ അവർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ അവരുടെ ആശയങ്ങളും നയങ്ങളും ഒരു വ്യത്യാസവുമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന്റെ വികസനം സാധ്യമാക്കണമെങ്കിൽ ബി.ജെ.പി. വരണമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. മോദിക്ക് ഗ്യാരണ്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേക എടുത്തു പറയുന്ന ഒന്നാണ് മോദിയുടെ ഉറപ്പ്. ഇത് കേവലം വാക്കുകളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളോ അല്ല, മറിച്ച് പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് മോദിക്ക് ഗ്യാരണ്ടി അഥവാ മോദിയുടെ ഉറപ്പ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.